ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായിട്ടുള്ള ശക്തിക്ക് മുന്നിൽ എത്ര കാലം ഇറാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത്. ആയുധങ്ങളിൽ ആരാണ് മികച്ചത് എന്നുള്ള ചോദ്യത്തിന് തർക്കമില്ലാതെ തന്നെ ഇസ്രായേലാണ് എന്ന് പറയാൻ വരട്ടെ. ഇറാനും പല ഭാഗങ്ങളിലും ആയുധങ്ങളിൽ മികച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ തകർത്ത് പല ഭാഗങ്ങളിലും ആശുപത്രികളിൽ പോലും ഇസ്രായേലിൽ ഇറാൻ്റെ മിസൈലുകൾ വന്ന് പതിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ ഇറാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല എന്നുള്ളത്. അമേരിക്കയ്ക്ക് മിസൈലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഒരു വലിയ ആയുധശേഖരം തന്നെയുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് ഉള്ള ആ ആയുധശേഖരം മറുവശത്ത് ഇറാൻ്റെ കൈവശം 2000 കിലോമീറ്റർ ദൂരം കഷ്ടിച്ച് മറികടക്കാൻ കഴിയുന്ന ചുരുക്കം ചില മിസൈലുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നശിപ്പിക്കപ്പെട്ട വ്യോമ പ്രതിരോധ യൂണിറ്റും പരിമിതമായിട്ടുള്ള എണ്ണം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ എത്രത്തോളം കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ ശക്തി ഇറാനെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും ഇസ്രായേൽ ഇതിനകം നശിപ്പിച്ചിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് ഇനി ഇറാന് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും 2000-ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിൽ പലതും ഇപ്പോൾ കാലിയായി തുടങ്ങി, പല ആയുധപ്പുരകളും കാലിയായി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ അടുത്തിടെ സിസിൽ 2 എന്നറിയപ്പെടുന്ന ഒരു പുതിയ തലമുറ മിസൈൽ വിക്ഷേപിച്ചു. മറ്റൊരു ഇസ്രായേലി ബങ്കർ ബ്രസ്റ്ററും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇറാന്റെ ഉൾപ്രദേശങ്ങളിലും ഭൂമിക്കിടയിലും പർവ്വതങ്ങൾക്കിടയിൽ നിർമ്മിച്ച സുരക്ഷിത ബങ്കറുകളിൽ പ്രവർത്തിക്കുന്ന ആണവ പദ്ധതികൾ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇതിൻ്റെ സഹായത്തോടെ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെ ആയുധ ശേഖരത്തിനെതിരെ ഇറാന് ഒരു തരി പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നും ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട്. ഗ്ലോബൽ ഫയർ പവർ റിപ്പോർട്ട് അനുസരിച്ച് യുദ്ധത്തിനായി എപ്പോഴും വിന്യസിച്ചിരിക്കുന്ന 13,000 വിമാനങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ട്. ഇതിൽ പ്രത്യേക ജെറ്റുകളെ നേരിടാൻ സാധാരണ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നു. ഇസ്രായേലിന് 611 യുദ്ധവിമാനങ്ങളുണ്ട്. ഇറാൻ ആകെ 551 വിമാനങ്ങളാണുള്ളത്. അമേരിക്കയ്ക്ക് 1790 യുദ്ധവിമാനങ്ങളും അതേസമയം ഇറാന് 188 യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേക ദൗത്യങ്ങൾക്കായി അമേരിക്കയ്ക്ക് 647 പ്രത്യേക യുദ്ധവിമാനങ്ങളും ഇസ്രായേലിന് 19 അത്തരം പ്രത്യേക ജെറ്റുകളുമുണ്ട്. ഇറാനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പ്രത്യേക ദൗത്യങ്ങൾക്കായി അവർക്ക് വെറും 10 ജെറ്റുകൾ മാത്രമാണ് ഉള്ളത്. യുദ്ധസമയത്ത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ സമർപ്പിച്ചിരിക്കുന്ന സ്റ്റെൽത്തും മറ്റ് നൂതന സാങ്കേതികവിദ്യയും സജ്ജീകരിച്ച 38 യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനുണ്ട്. അമേരിക്കയ്ക്ക് അതുപോലെ 889 ജെറ്റുകൾ ഉള്ളപ്പോൾ ഈ രണ്ടെണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇറാന് വെറും 21 ജെറ്റുകൾ മാത്രമാണുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും വ്യോമ കരുത്തിലാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ വമ്പൻ പരാജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രതിരോധ വിദഗ്ധരുടെ എല്ലാം വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്തായാലും വലിയ വ്യോമ പ്രതിരോധ ശക്തി കൊണ്ട് തന്നെ ഇറാനെ തറപറ്റിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കരുതുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.